നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ആകെയുള്ള ഒരു വ്യത്യാസം ഇവിടെ പോയിന്റ് എ, അതായത് സർഫസിലെ ഒരു പോയിന്റിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ ടെൻഷൻ ഫോഴ്സ് ഇൻ ദ ബാർ എ ബി ആൻഡ് ദ വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് സി, അതായത് സിയിലുള്ള റിയാക്ഷൻ ഫോഴ്സ് ആർ സി അത് പെർപെൻഡിക്കുലർ ടു ദി സർഫസ് ആയിരിക്കും. പിന്നെ എ ബിയിലുള്ള ടെൻഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ടുവേർഡ്സ് എ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ ആദ്യം ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ഇതാണ് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്യുന്നതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അറിയാലോ, 200 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. വെയിറ്റ് താഴോട്ടാണ് വരയ്ക്കേണ്ടത്. റിയാക്ഷൻ ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു ദി സർഫസ് ആണ്. ആൻഡ് എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ് ഒരു ഇൻക്ലൈൻഡ് ആംഗിളിലാണ് വരയ്ക്കേണ്ടത്. ഇനി എന്ത് ചെയ്യണം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്ത പോലെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എഴുതാം. summation of horizontal force is equal to 0, summation of vertical force is equal to 0. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ, ഏതൊക്കെയാണ് വെർട്ടിക്കൽ? 200 ന്യൂട്ടൺ ഹൊറിസോണ്ടൽ ആണ്. ആർ സി എന്ന് പറയുന്നത് വെർട്ടിക്കലി അപ്വേർഡ് ആണ്. 100 ന്യൂട്ടൺ എന്ന് പറയുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. അപ്പോൾ ഞാൻ അപ്വേർഡ് ഉള്ളതിനെ പോസിറ്റീവായിട്ടും ഡൗൺവേർഡ് ഉള്ളതിനെ നെഗറ്റീവായിട്ടും എഴുതുന്നു. അപ്പോൾ നമ്മളത് എഴുതുമ്പം സൈൻ ഇട്ട് കൊടുത്താലും മതി. ആൻഡ് എഫ് എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ഫോഴ്സ് ആണ്. അപ്പോൾ ഇൻക്ലൈൻഡ് ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? റിസോൾവ് ചെയ്യണം. ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും റിസോൾവ് ചെയ്യണം. അപ്പം റിസോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് തീറ്റ വേണം അല്ലേ. അപ്പോൾ ഏതാണ് തീറ്റ ആയിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ള ഡൗട്ട് വരും. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ തീറ്റ എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്, ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പം ഇത് തീറ്റയാണെങ്കിൽ ഇവിടെ നമ്മളൊരു പാരലൽ ലൈൻ വരയ്ക്കുമ്പം ഇങ്ങോട്ടും തീറ്റ ആയിരിക്കും അല്ലേ. എന്ന് വെച്ചാൽ എങ്ങനെയാണ്, രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇടയ്ക്ക് ക്രോസ് ആണെങ്കിൽ ഇവിടെ തീറ്റ ആണെങ്കിൽ ഇവിടെയും തീറ്റ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടെ തീറ്റ കിട്ടി. ഇവിടെ തീറ്റ കിട്ടിയാൽ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിനെ നമ്മൾ എങ്ങനെ എഴുതാം? തീറ്റയ്ക്ക് അഡ്ജസൻ്റ് ആയതുകൊണ്ട് ആ കമ്പോണൻറ്റ് എഫ് കോസ് തീറ്റ. അതേപോലെ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്തായിരിക്കും? എഫ് സൈൻ തീറ്റ അല്ലേ. ഇപ്പം നമുക്ക് എഫ് എന്ന ഇൻക്ലൈൻഡ് ഫോഴ്സിനെ നമ്മൾ റിസോൾവ് ചെയ്തു. അപ്പോൾ ഇത് ഹൊറിസോണ്ടലും ഇത് വെർട്ടിക്കലും ആയി അല്ലേ. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പം സമ്മേഷൻ ഓഫ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ 200 ഉണ്ട്. 200ൻ്റെ ഓപ്പോസിറ്റ് ആണ് എഫ് കോസ് തീറ്റ അല്ലേ. അപ്പം ഞാൻ മൈനസ് എഫ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0. കണ്ടോ, വേറെ ഒരു ഹൊറിസോണ്ടൽ അതായത് വേറെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഒന്നും ഇല്ല. അപ്പം ഞാൻ ഈക്വൽ ടു 0 എന്നിട്ടു. ഇനി എന്ത് ചെയ്യണം? 200 എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റ എന്ന് എഴുതാം അല്ലേ. ഇനി നമുക്ക് തീറ്റ അറിയുവാണെങ്കിൽ എഫ് ഇതെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ തീറ്റ കണ്ടുപിടിക്കാൻ ഞാൻ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. എ ബി സി. ബി സി എത്രയാണെന്ന് അറിയാം, 5 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. നമുക്ക് ഇതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞിട്ട് ഈ സൈഡ് തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ. അതേപോലെ എ ബി റോഡ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. അപ്പം ഈ സൈൻ തീറ്റയിലല്ലേ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് എന്ന് വരുന്നത് അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് അറിയാം, ഹൈപ്പോട്ടനസ് അറിയാം. അപ്പോൾ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈൻ ഇൻവേഴ്സ് ഓഫ് 5/10 എന്ന് പറയുന്നത് 1/2 അല്ലേ. എന്ന് വെച്ചാൽ 0.5. അല്ലെങ്കിൽ സൈൻ തീറ്റ എപ്പോഴാണ് 1/2 ആവുന്നത്? 30-ലല്ലേ. അപ്പം 30 ഡിഗ്രി. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് 30 ഡിഗ്രി എന്ന് കിട്ടി. ഇനി അത് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എങ്ങനെ ചെയ്യാം? എഫ് എന്ന് പറയുന്നത് 200/cos30. അതായത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പോൾ ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ ഡിനോമിനേറ്ററിൽ പോകും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 230.94 ന്യൂട്ടൺ. അപ്പോൾ നമുക്ക് എഫ് എന്ന ഫോഴ്സ് കിട്ടി, ടെൻഷൻ ഫോഴ്സ് കിട്ടി 230.94 ന്യൂട്ടൺ. ഇനി നമുക്ക് എന്തും കൂടി കണ്ടുപിടിക്കണം? റിയാക്ഷൻ ഫോഴ്സ് അറ്റ് സി, ആർ സിയും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഇക്വേറ്റ് ചെയ്യാം. എഫ് ഐ എന്ന് പറയുന്നത് ഇവിടെ ഏതൊക്കെയോ വെർട്ടിക്കൽ കമ്പോണൻറ്റ്? ആർ സി ഉണ്ട്. ആർ സി 100 ന്യൂട്ടൺ ഉണ്ട്, അത് താഴോട്ടാണ്. അപ്പോൾ 100. ഇനി എഫ് സൈൻ തീറ്റ, അതും താഴോട്ടാണ്. എഫ് സൈൻ തീറ്റ. തീറ്റ നമുക്ക് 30 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി വേറെ വെർട്ടിക്കൽ കമ്പോണൻറ്റിൽ അപ്പോൾ ഇക്വേറ്റ് ചെയ്യാം. ഈക്വൽ ടു 0 എന്ന് എടുക്കാം. അപ്പം ഇതിൽ നോക്കി, ഇവിടെ ആർ സി മേലോട്ടും ബാക്കി രണ്ടും താഴോട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇതിന് രണ്ടിനും സിമിലർ സൈനും ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈനും. അപ്പം നമ്മളിപ്പോൾ ഇതാണ് നെഗറ്റീവ് എടുക്കുന്നെങ്കിൽ ബാക്കി രണ്ടെണ്ണം പോസിറ്റീവ്. നോർമലി താഴോട്ടുള്ളതിന്
നമ്മൾ നെഗറ്റീവ് മേലോട്ട് പോസിറ്റീവ് ആണ് എടുക്കുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ എടുത്തിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പം അത് ഈക്വൽ ആയിക്കോളും. അതായത് നമ്മൾ എടുക്കുന്നത് കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ആർ സി എന്ന് പറയുന്നത് 100 പ്ലസ് എഫ് സൈൻ 30 അല്ലേ. എഫിൻ്റെ വാല്യൂ അറിയാം, 100 പ്ലസ് 230.94 സൈൻ 30. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും 215.47 ന്യൂട്ടൺ. സോ റിയാക്ഷൻ ഫോഴ്സ് ആർ സി കണ്ടുപിടിച്ചു, 215.47 ന്യൂട്ടൺ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ടൈപ്പ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്.